കർത്താവിൻ്റെ ഒരു പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് എന്നെയും സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇസ്രായേൽ ജനത്തിനു മുകളിൽ ദൈവ തേജസ് വ്യാപരിച്ചപ്പോൾ ശത്രുവിന് അവർക്ക് നേരെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവർ ഹൃദയത്തിൽ ഉരുകിപ്പോകുവാനിടയായിത്തീർന്നു. അതേ ദൈവശക്തിയാണ് നമ്മുടെ മേലും വ്യാപരിക്കുന്നത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുവാനിടയായി തീരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോവാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. തേജസ് വ്യാപരിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് വല്ല പ്രത്യേകതയുണ്ടായോ? ലോകത്തിലുള്ള ആളുകൾ വേദപുസ്തകം പറയുന്നു, ദൂരെ നിന്ന് അമാലിക്കരും മൊവാബ്യരും ഓഗും ഒക്കെ നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അഗ്നി കൊണ്ടൊരു ഗോളമാ നടന്നു വരുന്നത്. ഒരു സാധാരണ കാര്യമല്ല കാണുന്നത്, ഒരു മനുഷ്യക്കൂട്ടം നടന്നു വരുന്നതല്ല അവർ കണ്ടത്. പകരം നടന്നു വരുന്നത് ഒരു അഗ്നിഗോളം നടന്നു വരുന്നു. അല്ല, നടന്നു വരുന്നത്, ശ്രദ്ധിക്കുന്നവർ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഒരു മേഘം നടന്നു വരുന്നു. എന്താ അതിന്റെ പ്രത്യേകത? ശത്രുവിനെ അവരെ കാണാൻ കിട്ടിയില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാണാൻ കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവരെ നോക്കുമ്പോ അവരുടെ അകത്ത് ഉരുകി പോകാനായി തുടങ്ങി. ആമേൻ. സഹോദര, നിന്റെ മേൽ ദൈവ തേജസ് വ്യാപരിക്കാൻ തുടങ്ങിയാൽ ശത്രു നിന്നെ കാണത്തില്ലെന്ന് മാത്രമല്ല, അവൻ സ്വയത്തിൽ ഉരുകി പോകും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എരിഹോ കോട്ടയ്ക്കകത്ത് വ്യാപരിക്കുന്ന എരിഹോ നിവാസികളോടൊരു ചോദ്യം ചോദിക്കുക, എന്താ നിങ്ങൾ കോട്ടയടിച്ച് വാതിൽ ഉറപ്പാക്കിയത്? അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കേട്ടപ്പോൾ മുതൽ ഞങ്ങൾ ഉരുകിപ്പോയി. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ കോട്ട പിടിക്കും, ഈ സ്ഥലം അവർ പിടിക്കും. അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തവർ ഉറപ്പാക്കുകയോ ചെയ്തത്. നിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ കോട്ടയടച്ചാലും നീ അതിനെ വെട്ടിപ്പിടിക്കും. സഹോദര, എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആരൊക്കെ വാതിലടക്കട്ടെ, ഏതൊക്കെ വാതിലടയട്ടെ, കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തേജസ്സുമായി നടക്കുന്ന നിന്നെ തടയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. പൗലോസ് പറഞ്ഞത്, കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തിയുമായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. എരിഹോ ആകട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ കോട്ടയാകട്ടെ, ഞങ്ങളൊന്ന് ചുറ്റി നടന്നാൽ പൊളിഞ്ഞു വീഴാവുന്നതേ ഉള്ളത്. ഞങ്ങളൊന്ന് ചുറ്റി നടന്നാൽ, കാരണം ചലിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. മനസ്സിലാകുന്നവരൊന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. സഹോദര, നിന്നെ ശത്രു നശിപ്പിക്കത്തില്ലെന്ന് മാത്രമല്ല, ശത്രു നിന്നെ കാണുമ്പോൾ വിറയ്ക്കുകയാ. നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന് നേരെയും പത്രോസിന് നേരെയും ശിഷ്യന്മാർക്ക് നേരെയും ആളുകൾ എഴുന്നേറ്റു. എന്താ കാരണമെന്ന് എഴുതിയിട്ടുണ്ട് അറിയാവോ? അസൂയ നിമിത്തം എഴുന്നേറ്റത്. ആൾക്കൂട്ടം നിമിത്തം അവർക്ക് അസൂയ കയറിയപ്പോ അവർക്ക് നേരെ എഴുന്നേറ്റു. നിനക്ക് നേരെയും ചിലത് എഴുന്നേക്കാം, പക്ഷേ അത് നിന്നെ ഇടിക്കാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, അസൂയക്കാർ പോലും നിന്റെ പക്ഷമാകുന്ന ദിവസങ്ങൾ എഴുന്നേറ്റ് വരികയാ. ജീസസ് 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 ജീസസ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശത്രുവിന് നിന്നെ കാണാൻ പറ്റത്തില്ല, ശത്രുവിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം മറഞ്ഞു നിൽക്കുന്ന ദൈവ തേജസ്സിനാൽ ശത്രുവിന് നിന്നെ കാണാൻ പറ്റത്തില്ല. ഇനി നാട്ടെ നമ്മൾ കുറച്ചും കൂടെ അകത്തോട്ടൊന്ന് പോവേ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് മേൽ തേജസ് വ്യാപരിച്ചതുകൊണ്ട് ഒന്നാമത്തെ ഗുണം, ശത്രുവിന് അവരെ കാണാൻ പറ്റിയില്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുമാത്രമാണോ ഗുണമുള്ളത്? അവരുടെ മേൽ തേജസ് വ്യാപരിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമുക്കൊരു സങ്കീർത്തനത്തിലേക്ക് വരാം. ഞാൻ ഒരിക്കൽ ഇതൊന്ന് തൊട്ടേച്ചു പോയത്, പക്ഷേ ഇതൊന്ന് ആഴത്തിൽ തൊടാനായി പോകുകയാണ്. സങ്കീർത്തനം 114 എന്നെടുക്കാം. അതിനെ 1-ാമത്തെ വാക്യം വായിക്കാം. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. ഇസ്രായേൽ എന്തായി തീർന്നു എന്നാ? അവന്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ അവന്റെ കീഴിലായി തീർന്നു, അവന്റെ പൊസഷനിലായി തീർന്നു. ഇനി അടുത്ത വാചകം ഒന്ന് വായിക്കാവോ? ഇത് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? സമുദ്രം കണ്ടു ഓടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. ഒരു ഹല്ലേലൂയ പറയാവോ? ഏതിനെ കണ്ടിട്ടാ യോർദാൻ പിൻവാങ്ങിയെന്നറിയാവോ? തൻ്റെ ജനത്തെ കണ്ടിട്ട്. ആരെ കണ്ടിട്ടാ? ഇസ്രായേലിനെ കണ്ടിട്ട്. എപ്പോഴാ പിന്മാറിയെന്നറിയാവോ?
എപ്പോഴാണോ ഇസ്രയേലിന്റെ മേൽ ദൈവം ആധിപത്യം വെച്ചത് എന്ന് പറഞ്ഞാൽ അവരെ മൂടുന്ന ആ തേജസ് വെളിപ്പെടാൻ തുടങ്ങിയത്, ആ നിമിഷം മുതൽ യോർദാൻ പിൻവാങ്ങാൻ തുടങ്ങി, സമുദ്രം ഓടാൻ തുടങ്ങി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. ഇനി പഴയ നിയമത്തിലേക്ക് ഒന്ന് ഓടി പോകുന്നത് നല്ലതാ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന്റെ പുറകെ ഫറവോനും സൈന്യവും വരികയാ. ആ സൈന്യത്തിന്റെ പുറകെ വേദപുസ്തകം പറയുന്നത് മിസ്രൈമ്യരുടെ പുറകെ ദൈവത്തിന്റെ ദൂതൻ പോയി നിന്നു. അതോടുകൂടെ മിസ്രൈമ്യർക്ക് ഇരുട്ടും ഇസ്രയേലിന് വെളിച്ചവും വെളിപ്പെട്ടു. കഴിഞ്ഞില്ല. ആ നിമിഷം മുതൽ അവരുടെ മുമ്പിലെ ചെങ്കടൽ രണ്ടായി പിളർന്നുപോയി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ശബ്ദകീർത്തനം ഹല്ലേലൂയ പറയാവോ? സഹോദര, നിന്റെ മേൽ ദൈവ തേജസ് വ്യാപരിക്കാൻ തുടങ്ങിയാൽ സമുദ്രം പോലുള്ള പ്രശ്നം എഴുന്നേൽക്കട്ടെ, അത് രണ്ടായി പിളരാനായി തുടങ്ങും. അവിടുന്ന് ചാടിയേ ഒക്കത്തുള്ളൂ. രണ്ടാമത് എഴുതിയിരിക്കുക, അവന്റെ മുമ്പിൽ എന്ത് ചെയ്തു? സമുദ്രം പിൻവാങ്ങിപ്പോയി എന്ന് മാത്രമല്ല, യോർദാൻ പിൻവാങ്ങിപ്പോയി. എല്ലാവരും പറഞ്ഞേ, യോർദാൻ എന്ത് ചെയ്തു? പിൻവാങ്ങി. നമുക്കറിയാവുന്ന സംഭവമല്ലേ ഇത്? എങ്ങനെയാ യോർദാനെ പിൻവാങ്ങുവാനിടയാക്കിയത്? വേദപുസ്തകം പറയുന്നത് ഇസ്രായേൽ ജനം മിസ്രൈം എന്ന് പുറപ്പെട്ടു വന്നു. അവർ യോർദാന്റെ കരയിൽ വന്നു. യോർദാന്റെ കരയിൽ വന്നപ്പോൾ യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. വേദപുസ്തകത്തിൽ ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. കരകവിഞ്ഞൊഴുകിയത് എപ്പോഴാണെന്നറിയാവോ? കൊയ്ത്തുകാലത്തൊക്കെയും ഇത് കരകവിഞ്ഞൊഴുകുന്ന സ്ഥിരം പണിയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഇതൊരു സ്ഥിരം പരിപാടിയാന്ന് പറ. തിരിച്ചു വരാവേ, അതുകൊണ്ട് ആ വാചകം പറയുന്നത് ഞാൻ. ഇതെന്നാ പരിപാടിയാ മനോജ്? ഇതെന്നാ പരിപാടിയാ മനോജ്? ഇത് യോർദാന്റെ സ്ഥിരം പരിപാടിയാ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, ഇത് യോർദാന്റെ സ്ഥിരം പരിപാടിയാ. കൊയ്ത്തുകാലം വന്ന വെള്ളം പൊങ്ങിയിരിക്കും. എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യോശുവയോട് ദൈവം സംസാരിക്കുക, യോശുവേ നീ ആ യോർദാന്റെ അടുക്കലേക്ക് ചെല്ലണം, എന്നിട്ട് ആ യോർദാനിട്ടൊരു ചവിട്ടി ഓട്ടണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ ഒരു വടി എങ്ങനെ കൊടുത്ത് വിഭജിച്ചാൽ പോരായിരുന്നോടാ ജിജോ? പക്ഷേ യോശുവയോട് കർത്താവ് പറഞ്ഞത് വടി കൊണ്ട് വിഭാജിക്കണ്ട, അതിന് പകരം അവനിട്ടൊരു ചവിട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ആരാ ചവിട്ടേണ്ടതെന്ന് അറിയാമോ നിങ്ങൾക്ക്? പറ, കൂടെ ഉള്ളവർ പറ. ആരാണോ പെട്ടകം ചുമക്കുന്നത്? എന്നെ കൂടെ എന്ന് പറഞ്ഞ ആരാണോ പെട്ടകം ഈ പെട്ടകം ചുമക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആരുടെ പെട്ടകത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ തേജസ് മൂടിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കൂ, കൈയടിക്കല്ലേ. ആരാണോ തേജസ്സിനെ വഹിക്കുന്നത് അവൻ എന്നാ ചെയ്യണം? ആ യോർദാനിലേക്കൊന്ന് ചവിട്ടണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? ആരെങ്കിലും തേജസ്സുമായി നടക്കുന്നുവെങ്കിൽ ഈ പകലിനകത്ത് തേജസ് വ്യാപരിക്കുന്നു എന്ന് അറിയുന്നവർക്കായി സ്തോത്രം. അവരെന്നാ ചെയ്യാനാ പറഞ്ഞേ? യോർദാനിട്ടൊരു ചവിട്ട് കൊടുക്കാൻ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഈ യോർദാനെ ചവിട്ടേണ്ട കാര്യം എന്താ? വിഭാജിച്ചാൽ പോരെ? കൈ നീട്ടിയോ വടി നീട്ടിയോ എങ്ങനെയെങ്കിലും രണ്ടാക്കിയാൽ പോരെ? എന്നാൽ നിങ്ങൾ യോർദാനെ ഒന്ന് പഠിക്കേണ്ട കാര്യമോ? പുള്ളി എവിടുന്നാ വരുന്നതെന്ന് കണ്ടെത്തേണ്ട കാര്യമോ? യോർദാൻ ആരംഭിക്കുന്നത് സോദിന്റെയും സീദോരിന്റെയും പ്രദേശത്ത് നിന്ന്. ഈ സോദിന്റെയും സീദോരിന്റെയും പ്രദേശത്തുള്ള പ്രത്യേകത എന്താ? അതിനെ വേദപുസ്തകം വിളിക്കുന്നത് മന്ത്രവാദങ്ങളുടെ പട്ടണമെന്ന്. അതുകൊണ്ട് ഏലിയാവിനെ ദൈവം സീദോരിന്റെ പ്രദേശത്തേക്ക് വിട്ടത് എന്നറിയോ? അവിടുത്തെ ആഭിചാര ശക്തികൾ എന്ന് പറഞ്ഞ ബാലിന്റെ സകല ഇടപാടും ഏലിയാവ് അവിടെ ഇരുന്നത്തവ തീർത്തുന്ന എൻ്റെ വിചാരം. കൂടെ എത്തിയോ? അതൊന്ന് വിശദീകരിക്കേണ്ട കാര്യമോ? തൊടുന്നില്ല ഞാൻ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ആ നദിക്കൊരു സ്വഭാവമുണ്ട്. അത് പുറപ്പെട്ടിരിക്കുന്നത് മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും സ്ഥലത്ത് നിന്ന്. ഇതിന്റെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ? എപ്പോഴെങ്കിലും കൊയ്ത്ത് വരുവോ ഇത് വെള്ളം പൊക്കി നശിപ്പിച്ച് കളയും. ഒരു ഹല്ലേലൂയ പറയാവോ? ദൈവജനം ഏതെങ്കിലും നന്മ അനുഭവിക്കുമെന്ന് തോന്നിയാൽ വെള്ളം പൊങ്ങിയിരിക്കും, അല്ല അതിനെ ഇല്ലാതാക്കിയിരിക്കും. തൻ്റെ കയ്യിലോട്ട് വരുമെന്ന് വിചാരിക്കുന്ന കാര്യമാ, സമയമാകുമ്പോൾ തെറ്റിപ്പോകും. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഞാൻ നിങ്ങളോടാ ഈ ദൂത് പറയുന്നേ. ഈ പകൽ ആരെങ്കിലും ഗ്ലോറി വഹിക്കുന്നുവെങ്കിൽ, ആ തേജസ്സുമായിട്ടാണ് നടക്കുന്നതെങ്കിൽ, അവന്റെ തലക്കിട്ടൊരു ചവിട്ട് കൊടുക്കുന്ന പകൽക്കാലമായി ഇത് വരാൻ പോകുകയാണ്. യേശു പറഞ്ഞ ഒരു വാചകം പറഞ്ഞു, പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും നീ കൈകൊണ്ട് പിടിക്കുന്നല്ല, കാലിട്ട് ചവിട്ടുമെന്നാ പറഞ്ഞേ. യോർദാനെ കാൽ ചവിട്ടുമ്പോ സ്വർഗത്തിനൊരു കാര്യം പറയാനുണ്ട്. ഈ തേജസ് ചവിട്ടുന്ന സ്ഥലത്ത് ഇനി ഒരു മന്ത്രവാദം ചലിക്കത്തില്ല, ഇനി ഒരു ആഭിചാരം ചലിക്കത്തില്ല.
തന്റെ ജനത്തിന്റെ കൊയ്ത്തിനെ തടയുന്നതൊന്നും ഇനി മുതൽ വാഴത്തില്ല. ഈ ദൂത് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. തന്റെ കൈകളിലേക്ക് നന്മ വരും. കയ്യിലെത്തുന്നത് വരെ തോന്നും, പക്ഷെ സമയത്തത് ഒഴുകിപ്പോകും. ഒഴുകിപ്പോകുന്ന നന്മകൾ ഈ പകൽ മുതൽ നിൽക്കുകയാണ്. അതിനെ ചവിട്ടുന്നവർക്കായി സ്തോത്രം. ചില ബിസിനസ്സുകൾ വരും, വിവാഹാലോചന വരും, നന്മ വരും, ബിസിനസ് വിൽക്കാനിടയാകും, വസ്തുവിന്റെ കാര്യം വരും. പക്ഷെ അറ്റത്ത് വരുമ്പോ ഒരു വെള്ളപ്പൊക്കം എന്ന പോലെ ഒലിച്ചു പോകും. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. ഈ പകൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന, അല്ല തേജസ് അനുഭവിക്കുന്ന, ദൈവത്തെ കൊണ്ടു നടക്കുന്ന, പെട്ടകത്തെ ചുമക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു ചവിട്ട് കൊടുത്തിട്ട് പറ, നിക്കടാവിടെ. ഒന്ന് ചാടി എഴുന്നേറ്റ് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിന്റെ പരിപാടി ആരാന്ന് ഞാൻ പറയാം. യോർദാന്റെ സ്വഭാവമാ. കൊയ്ത്തുകാലത്ത് പുള്ളി പൊങ്ങിയിരിക്കും. എന്നാൽ ഈ പകൽ ചിലതിനോട് ഞാൻ പറയുക, അതിനെ വിശ്വാസത്താൽ ഒന്ന് ചവിട്ടിക്കേ. എന്നിട്ട് പറ, നിന്നോട് ഞാൻ നിൽക്കാനാ പറഞ്ഞേ. ഇനി അങ്ങോട്ട് ഒരു തുള്ളി ഒഴുകരുത്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഇഷ്ടമുള്ള വാക്ക് പറയട്ടെ. യോർദാൻ പിൻവാങ്ങിപ്പോയി. എല്ലാവരും പറ, എന്നാ ചെയ്തു? പിൻവാങ്ങിപ്പോയി. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. പാമ്പ് തന്റെ തല മാളത്തിനകത്തേക്ക് വലിക്കുന്നത് പോലെ ചില കുടുംബത്തിൽ നിന്ന് ശത്രു വലിഞ്ഞു പോകുകയാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൂടെ ഹല്ലേലൂയ പറ. ചിലതിന്റെ വീട്ടിൽ നിന്ന് ചിലത് പിൻവാങ്ങുകയാണ്. നന്മയെ അപഹരിക്കുന്നത് പിൻവാങ്ങുകയാണ്. അനുഗ്രഹത്തെ അപഹരിക്കുന്നത് പിൻവാങ്ങുകയാണ്. യേശുവേ എന്ന് വിളി. ഹല്ലേലൂയ. തേജസ്സിനെ തിരിച്ചറിയുന്ന ദൈവ ഇതൽ വിശ്വാസത്തോടെ ചിലതിനെ ചവിട്ടിയാൽ, ഞാൻ നിങ്ങളോടുള്ള ദൂത്, പിന്നീട് അത് മുന്നോട്ട് വരത്തില്ല. അതോടെ അത് പിൻവാങ്ങി പോകും. യേശുവേ, യേശുവേ. ചില നന്മകളെ തടഞ്ഞു വെക്കുന്ന ശത്രു, അല്ല ചിലതിനെ തടഞ്ഞു വെച്ചവ ഈ പകൽ പിൻവാങ്ങി പോകട്ടെ. ഇനി ഞാൻ പറയുന്നത് ആത്മാവിൽ ആരാധിച്ച് ഏറ്റെടുക്കണം. കർത്താവേ, എന്റെ ചർച്ചിനകത്ത് നന്മകൾ അനുഭവിക്കാതെ വണ്ണം കയ്യിൽ നിന്ന് ഒഴുകി പോകുന്നത് പോലെ ശത്രു അപഹരിച്ച വേദനയോടിരിക്കുന്നവരെ നോക്കിയിട്ട് ഇവരുടെ പാസ്റ്റർ എന്ന, ശുശ്രൂഷകൻ എന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കൽപ്പിക്കുന്നു, യോർദാനെ മാറിപ്പോ. ഇനി നിങ്ങളെ അത് തൊടുകയില്ല, അത് പിൻവാങ്ങുകയാണ്. In the name of Jesus. ചുടലദലദലദല ബശന്ദ രണ്ടലദലദല ബശൽകോ റിദല ബബബബബബശതോ. കോടിക്കണക്കിന് രൂപ കിട്ടേണ്ട ബിസിനസ്സാ, ആ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യമോ. പക്ഷെ കയ്യിൽ വരുന്നതിനേക്കാൾ മുമ്പ് എങ്ങനെയോ വഴുതിപ്പോയി. ഇനി വഴുതുന്നൊരു കാര്യമില്ല, അവൻ പിൻവാങ്ങിപ്പോയി. നടക്കേണ്ട കല്യാണമാ, മാറിപ്പോയി. ഇനി അങ്ങനെ ഒരു കാര്യമില്ല. നടക്കേണ്ട ബിസിനസ്സാ, മാറിപ്പോയി. ഇനി അങ്ങനെ ഒരു കാര്യമില്ല. ഇതാ യോർദാൻ പിൻവാങ്ങുകയാണ്. തുള്ളിച്ചാടി ഹല്ലേലൂയ പറ. യേശുവേ എന്ന് വിളി. നമ്മുടെ ചർച്ചിലെ സഹോദരന്മാരോട് ദൂത് പറയട്ടെ. എപ്പോഴൊക്കെ ആത്മീയ ഉണർവുണ്ടാകുമോ, ശ്രദ്ധിച്ചു കേൾക്കണേ, ആത്മീയ ഉണർവുണ്ടാകുമോ, ഉണർവിന്റെ നായകന്മാരെ കുറിച്ച് ആ ആളുകൾ എതിരായി പറയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് കൊയ്ത്തിനെതിരെ നിൽക്കുന്ന നാവാണ്. ഈ പകൽ നിങ്ങൾ എഴുതി വെച്ചോണം കേട്ടോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസത്തിനകത്ത് അത് പിൻവാങ്ങി എന്നേക്കുമായി നഷ്ടപ്പെടും. കൈയടിച്ചു ഹല്ലേലൂയ പറ. കൊയ്ത്തിനെ തടയുന്നൊരു ശത്രു ലോകത്തില്ല. അതിനെ മേൽ ചവിട്ടാനാ ദൈവാധികാരം തന്നെ. എനിക്ക് ഇഷ്ടമുള്ളൊരു വാചകം കൂടെ പറയട്ടെ. കൊയ്ത്ത് അല്ലെങ്കിൽ യോർദാൻ പിൻവാങ്ങിപ്പോയെന്ന് മാത്രമല്ല,
അത് ഒരു ചിറ പോലെ കെട്ടി. ആ ചിറ പോലെ കെട്ടിയിട്ട് എവിടെയൊക്കെയാണോ ലവന്മാർ ഇരുന്നത് അതിനെ മുക്കിക്കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നിന്നെ ഉപദ്രവിച്ചത് ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. അതിനെ മുടുക്കിക്കളയുന്ന, ഓടിക്കിക്കളയുന്ന കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് ആത്മാവിൽ നിന്ന് ആരാധിച്ചേ. ഓ ഹല്ലേലൂയ. ഒരു സ്പിരിച്വൽ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, ഒരു ഫിസിക്കൽ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, ഒരു സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. തന്റെ ജനത്തിന്റെ മേൽ ഒരു സമൃദ്ധി ഒഴുകട്ടെ. യേശുവേ പിൻവാങ്ങിപ്പോയി. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കരമുയർത്തിയിട്ട് പറ, കരമുയർത്തി പറ, പിൻവാങ്ങിപ്പോയി. ഉറക്കെ പറ, പിൻവാങ്ങിപ്പോയി. കോട്ടകളെ തകർപ്പാൻ ശക്തിയുള്ള ദൈവസാന്നിധ്യമാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. കൊയ്ത്തുകാലത്തൊക്കെയും കരകവിഞ്ഞൊഴുകിയിരുന്ന യോർദാന്റെ മേൽ പെട്ടകം ചുവന്നവർ കാൽ വെച്ചപ്പോൾ യോർദാൻ പിൻവാങ്ങിപ്പോയി. അതുപോലെ തന്നെയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിയും. നമ്മളുടെ നന്മകളെ തടയുന്ന ആ ശത്രു നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ആ ദൈവസാന്നിധ്യം അതിനെ ഇല്ലാതാക്കുവാനിടയായിത്തീരും. അവൻ നമ്മളെ നോക്കുമ്പോൾ നമ്മളെ അല്ല കാണുന്നത്, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിയാണ്. ആ ശത്രു പിൻവാങ്ങുവാനിടയായിത്തീരും. കർത്താവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ ഗ്ലോറിയിലായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഇത് തിരുവനന്തപുരത്തെ സാക്ഷ്യമാണ്. നമ്പർ 48. ബ്രദറെ, ഈ സിസ്റ്ററിൻ്റെ പേര് സുനിത എന്നാണ്. പാപ്പനംകോട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്ററിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. എന്നാൽ ഇതുവരെയും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഡോക്ടേഴ്സിനെ സമീപിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് വയറിൽ 3 മുഴകളുണ്ട് എന്നായിരുന്നു. വയറ്റിൽ 3 മുഴകളുണ്ട്. ഡോക്ടേഴ്സ് ആദ്യമായി അലോപ്പതി ട്രീറ്റ്മെൻറ്റാണ് നടത്തിയത്. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്ത് നീക്കണം, 1 ലക്ഷം രൂപയോളം ഇതിന് ചികിത്സാ ചെലവ് വരുമെന്ന് പറഞ്ഞു. തുടർന്ന് ഇവർ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുത്തു. എന്നാൽ ആ ഡോക്ടേഴ്സും ഗ്യാരണ്ടി ഒന്നും പറഞ്ഞില്ല. ഡോക്ടേഴ്സ് പറഞ്ഞത് മെഡിസിൻ കഴിച്ചു നോക്കാൻ, കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ 1 വർഷം മുമ്പാണ് നമ്മുടെ ചർച്ചിനെ കുറിച്ച് അറിയുവാനിടയായത്. ഈ ജനുവരി മാസം മുതലാണ് ഇവർ ഇവിടെ കടന്നു വന്നത്. ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. കൂടാതെ അഞ്ചലിൽ ഇവർ 2 പേരും കൂടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ബ്രദറിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ, നിങ്ങളുടെ വയറ്റിൽ മുഴയുള്ളതായി അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു വയറ്റിൽ മുഴയുണ്ട്, മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ബ്രദർ ഇങ്ങനെ ചോദിച്ചു, ഓപ്പറേഷൻ വേണമോ അതാ ഇവിടെ പ്രാർത്ഥിച്ച് കർത്താവിനാൽ സൗഖ്യം വേണമോ എന്ന് ചോദിച്ചു. സിസ്റ്റർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, പ്രാർത്ഥിച്ച് സൗഖ്യമാകുന്നതിനാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, പോയി സ്കാൻ ചെയ്ത് നോക്കൂ, നിൻ്റെ മുഴകൾ മാറിപ്പോയി എന്ന് പറഞ്ഞു. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് ബ്രദർ പറഞ്ഞതുപോലെ പോയി സ്കാൻ ചെയ്ത് നോക്കി. ഡോക്ടേഴ്സിനും അതിശയമായിരിക്കുകയാണ്, 3 മുഴകളും യൂട്രസിൽ നിന്ന് മാറിപ്പോയി. കൂടാതെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു, വയറുവേദന ഉണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടെ മാറിപ്പോയി. മുഴകൾ ഉണ്ടായിരുന്ന റിപ്പോർട്ടും ഇപ്പോൾ സൗഖ്യമായ റിസൾട്ടുമായിട്ടാണ് സിസ്റ്റർ കടന്നു വന്നിരിക്കുന്നത്. ഇത് മുഴയുള്ള റിപ്പോർട്ടാണോ? ഇത് മുഴയുണ്ടായിരുന്നത്? എത്ര മുഴകൾ ഉണ്ടായിരുന്നു? 3 മുഴയുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്താലേ മാറുള്ളൂ. ഓപ്പറേഷൻ ചെയ്താലേ മാറത്തുള്ളൂ. നിനക്ക് കുഞ്ഞുങ്ങളും ഇല്ല. അതിന്റെ കൂട്ടത്തിൽ യൂട്രസിലെ ഓപ്പറേഷൻ നടക്കാന്ന് പറയുന്നത് വിഷമമുള്ള കാര്യമാണ്. അടുത്ത റിപ്പോർട്ട് എന്തുവാ? മോള് സ്കാനിങ് 2ാമത് പോയി ചെയ്ത് അതിൽ കുഴപ്പമില്ല, എല്ലാം പോയി. 3 മുഴകൾ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാതെ മുഴ മാറില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് വേറെയാണ്, മുഴകളില്ല, 3ഉം സൗഖ്യമായി. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേമേ. നിങ്ങളെ കരങ്ങളൊന്ന് ഉയർത്തി. മുഴ മാറ്റിയ കർത്താവ് അടുത്ത മാസം തനിക്കൊരു കുഞ്ഞായി എന്നും കൂടെ പറയട്ടെ. അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്തിന് നന്ദി. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന യേശുവിന്റെ അത്ഭുത കരം ഇപ്പോൾ. നമ്പർ 51. ബ്രദറെ, ഈ സിസ്റ്ററിൻ്റെ പേര് ഉഷ എന്നാണ്. മണ്ണന്തല എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 2018 ഓഗസ്റ്റ് 18-ാം തീയതി സിസ്റ്ററിൻ്റെ മകൾ ഡെലിവറിക്കായിട്ട് തൈക്കാട് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു.
എന്നാൽ സിസ്റ്റർ പറയുന്നത് BP വളരെ ഹൈ ആയതിനെ തുടർന്ന് സിസേറിയൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് സിസ്റ്ററിനെ SATയിലേക്ക് റെഫർ ചെയ്തു. SATയിൽ കൊണ്ടുപോയപ്പോഴും സിസേറിയൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവരാജ്യത്തിൽ പ്രൊട്ടക്ഷൻ അനുഭവിക്കാൻ കഴിഞ്ഞു. അന്നേരം തന്നെ സിസ്റ്റർ ഇവിടെ ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ലീഡേഴ്സ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ കർത്താവ് അത്ഭുതം ചെയ്യും, നിങ്ങൾക്ക് ഇതൊരു സാക്ഷ്യം പറയുവാൻ ഇടയായി തീരുമെന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുന്ന പ്രാർത്ഥിച്ച അന്നേ ദിവസം തന്നെ നോർമൽ ഡെലിവറിയിലൂടെ ഒരു ആൺ കുഞ്ഞിനെ ലഭിച്ചു. ഉണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായി മാറിപ്പോയി എന്നാണ് പറയുന്നത്. സന്തോഷത്തോടെ ബ്രദർ, ഈ മോന്റെ പേര് അതിഥ് എന്നാണ്. ഈ മോൻ വരുന്നത് മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. മലയൻകീഴ് എന്നാണ് വരുന്നത്. മലയൻകീഴ് നിന്നാണ്. ഈ മോന് ജനിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ജനിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ മുതൽ അലർജി ഡസ്റ്റ് അലർജി ആയിരുന്നു. അതുമൂലം തുമ്മലും ശ്വാസമുട്ടലും ഉണ്ടായിരുന്നു. ഈ മോൻ്റെ അമ്മ പറയുന്നത് താൻ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കും, ശ്വാസമുട്ടും എന്തോ അടഞ്ഞിരിക്കുന്നത് പോലെ മോന് പ്രതീതിയാണ്. അതുമൂലം ഇങ്ങനെ തുമ്മി തുമ്മി നിൽക്കും. പക്ഷെ അവനും ഈ കാലം അത്രയും കണ്ടിന്യൂസ് ആയിട്ട് നല്ലവണ്ണം ഉറക്കം പോലും കിട്ടിയിരുന്നില്ലെന്നാണ് ഈ അമ്മ പറയുന്നത്. അങ്ങനെ 3 മാസത്തിന് മുമ്പ് നമ്മുടെ മീറ്റിങ്ങിനായിട്ട് കടന്നു വന്നു. ബ്രദർ അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അലർജിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്, കർത്താവ് അവനെ തൊടാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഈ മോൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം ഈ മോൻ പറയുന്നത് അന്നേരം മുതൽ കർത്താവ് അവനെ സൗഖ്യമാക്കി. ഈ 3 മാസം ഒരു കുഴപ്പമില്ല, നല്ല പൂർണ്ണമായ ഉറക്കം കിട്ടുന്നുണ്ടെന്നാണ് മോൻ പറയുന്നത്. സിസ്റ്റർ വന്ന് എന്താന്ന് പറയാവോ? എത്ര വയസ്സ് മുതൽ അവന് അലർജി ഉണ്ട്? മോന് 1 വയസ്സ് മുതൽ അലർജി ഉണ്ടായിരുന്നു, ശ്വാസമുട്ടൽ, ചുമ ഉണ്ടായിരുന്നു. അന്നേരം അവന് 1 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റില്ല. 1 മണിക്കൂർ രാത്രി ഉറങ്ങാൻ പറ്റില്ല. എഴിച്ചിരുന്നിട്ട് ഇങ്ങനെ മൂക്കിനകത്ത് എന്തോ കയറിയതുപോലെ ശക്തമായിട്ട് വലിച്ചു എറിയുന്നത് പോലെ ഒരു ശബ്ദം. അന്നേരം ഞാനും ഇവനും ഉറങ്ങാറില്ല. മോൻ എത്ര വയസ്സായി ഇപ്പോ? 13 വയസ്സ്. 13 കൊല്ലവും അവൻ എന്തുണ്ടായിരുന്നു? ശ്വാസമുട്ടലുണ്ടായിരുന്നു. ഇതിന് മുന്നേ 3 വർഷത്തേക്ക് മുമ്പ് സർജറി ചെയ്തിരുന്നു. എന്തിനു വേണ്ടി? മൂക്കിന്. അതെ, മൂക്കിലും തൊണ്ടയിലും ഇൻഫെക്ഷൻ മാറാനായിട്ട്. മൂക്കിലും തൊണ്ടയിലും ഇൻഫെക്ഷൻ മാറാനായിട്ട് സർജറി ചെയ്തു. ശ്വാസമുട്ടൽ കാരണം. ശ്വാസമുട്ടലും ഈ ഉറക്കമില്ലായ്മ. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് 6 മാസം വരെ കുഴപ്പമില്ല, നോർമലായിട്ട് പോയി. ദെൻ 6 മാസം കഴിഞ്ഞിട്ട് ഇതേ സെയിം പ്രോബ്ലം തന്നെ ഡബിൾ സ്ട്രോങ്ങിൽ വന്നു, ഇരട്ടി ശക്തിയിൽ. അങ്ങനെയാണ് 3 മാസത്തേക്ക് മുമ്പ് കാട്ടാക്കട മീറ്റിങ്ങിൽ വന്നപ്പോൾ ബ്രദർ അങ്ങോട്ട് പറയുകയായിരുന്നു, മോന് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്, അത് ഇന്ന് മുതൽ അത് മാറുകയാണ്. അന്ന് മുതൽ അവൻ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. മോനിപ്പോ സുഖമായിട്ട് ഉറങ്ങാം. ഇപ്പൊ മോന് ശ്വാസമുട്ടലില്ല, 3 മാസമായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്, അതൊരു വലിയ കാര്യമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും അതിശക്തിയോടെ ശ്വാസമുട്ടൽ തിരിച്ചു വന്നു. എന്നാൽ 3 മാസമായി യേശു തൊട്ടു, അവനെ കർത്താവ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്നു. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിച്ച അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഓരോ തവണ വരുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും യേശുപിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും ഇടയായിത്തീരുന്നു. കർത്താവേ, ശത്രുവിന് ഞങ്ങളുടെ മേൽ ജയിക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ സാന്നിധ്യം യേശുവെ ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അവിടുത്തെ പ്രവൃത്തി ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, ഭർത്താവിന് ഓർമ്മക്കുറവായതിനെ തുടർന്ന് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും താളം തെറ്റിയതുപോലെ ആയിരിക്കുന്ന കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. കർത്താവെ, അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായിരിക്കുന്ന ആ രോഗം, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, വീട്ടിലെ വരുമാനം തടസ്സപ്പെട്ടു, ആ വിധത്തിലായിരിക്കുന്ന ആ കുടുംബത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. ആ കുടുംബത്തോട് എതിർത്ത് നിൽക്കുന്ന ആ ശത്രുവിൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ ജയം അവർക്ക് അനുഭവിക്കുവാനിടയാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. 2 ആമക്കളുള്ള ഒരു കുടുംബം, ഒരമ്മ ഇത് കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യേശുപിച്ച ആ കുടുംബത്തിന്മേൽ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. ആ മക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിച്ച അവരുടെ ഭാവി അനുഗ്രഹിക്കട്ടെ അപ്പാ.
യേശുപിജ അതിനു വേണ്ടി ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. യേശുവേ അവിടുത്തെ പ്രവൃത്തി ആ കുടുംബത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. 2 മക്കളും കർത്താവിൻ്റെ കൃപയിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉയർന്നു വരുവാനിടയായിത്തീരട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവേ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്. യേശുപിജ ലിവറിന് പ്രയാസമായിട്ട് മരണത്തോടടുത്തു എന്ന് ചിന്തിക്കുന്ന ആ വ്യക്തിയുടെ മേൽ യേശുപിജ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ ഒരിക്കലും തിരിച്ചുവരവില്ല എന്ന് വിചാരിക്കുന്ന ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ അപ്പാ. അവിടുത്തെ പ്രവൃത്തി ആ കുടുംബത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാമ്പത്തികമായ കർത്താവെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. യേശുപിജ അവരുടെ മക്കൾ ദൈവമഹത്വത്തിനായി തീരട്ടെ അപ്പാ. കർത്താവെ അവരുടെ ഭാവി ഏറ്റവും ശ്രേഷ്ഠമായി അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ ഇപ്പോഴായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ചെറിയ കീഴും മറച്ചവട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.